Today I have come here to thank you. ഇന്ന് നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. Some days back when I was here for the election campaign and I came here and met all of you, I said that I am going to work hard to try to resolve all your problems and to fight for you. കുറച്ച് ദിവസം മുമ്പ് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ വന്ന് നിങ്ങളെ എല്ലാം കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യാൻ പോവുകയാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. These 2 days, today and tomorrow, I am going to all the assemblies just to say thank you. ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയും ഞാൻ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും വെറുതെ നിങ്ങളുടെ അടുത്ത് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത്. After this, my real work is going to start. ഇതിനു ശേഷമാണ് ഇവിടെ എൻ്റെ യഥാർത്ഥ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. ഇതിനു ശേഷമാണ്. And I want to tell each one of you who is standing here, each one of you has waited for me on the streets, outside your houses, with flowers, with hugs, kisses, to give me your love. I want to tell you that I am going to work hard for each and every one of you. ഞാൻ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് വേണ്ടി വഴിയരികിലും ഇവിടെയെല്ലാം കാത്തുനിന്ന, എനിക്ക് വേണ്ടി പൂക്കളുമായി കാത്തുനിന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി മുതൽ കഠിനമായി പ്രവർത്തിക്കാൻ പോവുകയാണ്. Only problem I think I'm going to have is how am I going to meet each and every one of you and come to all your houses in these 5 years? എനിക്കുള്ള ആകെ പ്രശ്നമെന്ന് തോന്നുന്നത് ഈ 5 വർഷത്തിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ എല്ലാവരെയും വീട്ടിൽ വന്ന് കാണുക എന്നതാണ് എനിക്കൊരു വലിയ പ്രശ്നം. Because that's what I want to do. കാരണം എൻ്റെ ആഗ്രഹം അതാണ്, നിങ്ങളെ വീട്ടിൽ വന്ന് കാണണം എന്നതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. I know you face many issues. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. And we've talked about them during the elections. I've understood them during the campaign a little bit. But I really want to understand them deeply and properly from you yourselves. നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഇലക്ഷൻ സമയത്ത്, പ്രചരണ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങളിൽ നിന്ന് എനിക്ക് ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. Our fight is at 2 levels. നമ്മൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് അത് 2 തലങ്ങളിലാണ്. First and most important fight is the fight for you, for a brighter future for you. ആദ്യത്തെ പോരാട്ടം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങളുടെ ശോഭനമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. How are we going to strengthen the health services, education services, build more roads? ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസ സേവനങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ പോകുന്നത്, അതുപോലെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ റോഡുകൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, How are we going to strengthen tourism? അതുപോലെ എങ്ങനെയാണ് ഇവിടെ വിനോദസഞ്ചാരത്തെ നമ്മൾ ശക്തിപ്പെടുത്താൻ പോകുന്നത്. And as I said during the elections, all these beautiful things you grow here, the crops you grow, the spices you grow, how are we going to package them well so that they are available to the markets of the world? അതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചരണ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന വിളകൾ, നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന സുഗന്ധദ്രവ്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ലോകത്തെ എല്ലാ വിപണികളിലും ഇതൊക്കെ നമ്മൾ ലഭ്യമാക്കുന്നത്. And the big problems you face of the night ban and of the man-animal conflict, നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമായ രാത്രി യാത്രാ നിരോധനം, അതുപോലെ മനുഷ്യ വന്യജീവി സംഘർഷം, it is going to be my mission many of these problems as we can. നിങ്ങൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളിൽ പരിഹരിക്കാനാവുന്നതൊക്കെ പരിഹരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ദൗത്യമായി ഞാൻ കണക്കാക്കുന്നു. At the same time, we have a bigger battle ahead of us as well. അത് മാത്രമല്ല, ഇതേ സമയത്ത് തന്നെ നമ്മുടെ മുൻപിൽ ഇതിലും വലിയൊരു യുദ്ധം കൂടിയുണ്ട്. I am a member of parliament now. I represent each one of you in the Lok Sabha. ഞാനിപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ ഒരു അംഗമാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഇന്ത്യൻ ലോക്സഭയിൽ ഞാൻ പ്രതിനിധീകരിക്കുകയാണ്. And there and across India, we are fighting for our constitution, for the values on which our country was built. ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടിയും ഈ രാജ്യത്തെ നിർമ്മിച്ചിരിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്.
We are fighting against the BJP that has no rules, that has no respect for democracy, no respect for the constitution. നമ്മളെ എതിരിടുന്ന BJP എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത, ഈ രാജ്യത്തെ ഭരണഘടനയെ ബഹുമാനിക്കാത്ത, ഒരു നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാത്ത BJPക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത്. You can see yourselves. We have been asking them to discuss with us in parliament, to have a discussion on some issues, and for fear of that discussion, parliament has not functioned for the last 1 week because they are afraid to even discuss certain issues. നിങ്ങൾ കണ്ടിട്ടുള്ളതുപോലെ ഞങ്ങൾ BJPയോട് ഒരു ചർച്ച നടത്താൻ ആവശ്യപ്പെടുകയാണ്, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ആ ചർച്ച നടത്താനുള്ള ഭയം കാരണം കഴിഞ്ഞ ഒരാഴ്ച പാർലമെന്റ് നന്നായി പ്രവർത്തിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. They have a negative and destructive agenda, and we have to fight it with our strength, our courage, and our positivity. അവർക്ക് വളരെയധികം നാശോന്മുഖമായ, നശിപ്പിക്കുന്ന, നിഷേധാത്മകമായ ഒരു കാര്യപരിപാടിയാണ് BJPക്കുള്ളത്. അതിനെ നമ്മുടെ ധൈര്യം കൊണ്ട്, ശക്തി കൊണ്ട്, നമ്മുടെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട്, നമ്മുടെ നന്മ കൊണ്ട് നമ്മൾക്ക് അതിനെ എതിരിടേണ്ടിയിരിക്കുന്നു. They speak of division, we speak of unity. അവർ വിഭജനത്തെ പറ്റി സംസാരിക്കുന്നു, നമ്മൾ ഐക്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. They give all the power, all the resources of this country to their own few of their friends. We want the power to be in your hands. അവർ ഈ രാജ്യത്തിന്റെ ശക്തി, ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ അവരുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ അധികാരം, ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. They want to weaken every institution, we want to strengthen it. അവരെല്ലാ സ്ഥാപനങ്ങളെയും ദുർബലമാക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനാണ്. We want a strong media that questions governments and questions power. നമുക്ക് അധികാരത്തെ ചോദ്യം ചെയ്യുന്ന, ഗവൺമെന്റുകളെ ചോദ്യം ചെയ്യുന്ന ശക്തമായ മാധ്യമങ്ങളാണ് നമുക്ക് വേണ്ടത്. A fair, balanced and strong judiciary that is not pressurized. സമ്മർദ്ദത്തിലാകാത്ത, വളരെയധികം തുല്യതയുള്ള, സമതുലിതാവസ്ഥ പാലിക്കുന്ന ഒരു നീതിന്യായ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. And we want to build on all the values of our constitution. അത് മാത്രമല്ല, നമുക്ക് ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളിലും പടുത്തുയർത്തേണ്ടതാണ് നമ്മുടെ ആവശ്യം. So that each one of you gets the future that you deserve. അതിന്റെ ഫലമായി നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾ അർഹിക്കുന്ന ഭാവി ലഭിക്കണം. More important than anything else, we want to focus the politics of our nation back on providing to you the power that you deserve, the rights that you deserve, and all the facilities that you deserve. അത് മാത്രമല്ല, ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ട അധികാരം അവർക്ക് നൽകുന്നതിൽ, ജനങ്ങൾക്ക് വേണ്ട അവകാശം അവർക്ക് നൽകുന്നതിൽ, ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. You gave my brother so much strength and courage. നിങ്ങൾ എൻ്റെ സഹോദരനെ ഒരുപാട് ധൈര്യവും ഒരുപാട് കരുത്തും നൽകിയിട്ടുണ്ട്. I feel honored, deeply honored to be standing here in his place today. ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വളരെയധികം ആദരിക്കപ്പെട്ടതായി, വളരെ ആഴത്തിൽ ആദരിക്കപ്പെട്ടതായി എനിക്ക് തോന്നുകയാണ്. I respect you in the same way that he does. എൻ്റെ സഹോദരൻ നിങ്ങളെ എങ്ങനെ ബഹുമാനിക്കുന്നു അതേ രീതിയിൽ ഞാനും നിങ്ങളെ ബഹുമാനിക്കുന്നു. When I came here during the elections, I said I was deeply grateful for the love and strength and trust you gave my brother. Go ahead. Okay. I was saying that last time I was here, I said I'm very grateful to you for the love and the affection, and more than anything for the strength and courage that you have given my brother. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സഹോദരന് നൽകിയ സ്നേഹത്തെക്കാളും ഇഷ്ടത്തെക്കാളും അതിലെല്ലാം ഉപരി അദ്ദേഹത്തിന് നിങ്ങൾ നൽകിയ ശക്തി, കരുത്ത്, അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. Now I am doubly grateful to you because you have given him love, you have given me so much love, and you have given me your trust, and you have chosen me to represent you. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാൾ നിങ്ങളോട് എനിക്ക് ഇരട്ടി കടപ്പാടുണ്ട്. കാരണം എൻ്റെ സഹോദരന് സ്നേഹം നൽകിയതുപോലെ നിങ്ങൾ എനിക്കും സ്നേഹം നൽകി, നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചു, നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇപ്പോൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. So thank you very much, and I want to thank all the leaders of the UDF, all the workers of both
of the UDF who have worked hard for my election, who worked day and night during the election campaign and have made it possible for me to have this victory. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ രാവും പകലുമില്ലാതെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരോടും നേതാക്കളോടും അവരിലൂടെയാണ് എനിക്ക് ഈ ജയം സാധ്യമായത്. അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. You have accepted me as a member of your family. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങൾ എന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. Thank you very, very much, and I will not disappoint you. I will work very, very hard for you. You will be happy when you see your MP that yes, she is doing everything she can to make a better future for you. ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി പറയുകയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. നിങ്ങളുടെ ജനപ്രതിനിധി എത്രമാത്രം കഠിനാധ്വാനമാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. Thank you very much. വളരെയധികം നന്ദി.